ഇതിലൊരു പ്രധാനപ്പെട്ട സിനിമ പറയാനും വയ്യ പറയാതിരിക്കാനും വയ്യ. കൊച്ചിൻ ഹനീഫ് എഴുതി പ്രിയദർശൻ ഡയറക്ട് ചെയ്ത സിനിമയാണ്. ഇത് 75-ൽ ഇറങ്ങിയ ഫറാർ എന്ന് പറയുന്ന ഹിന്ദി സിനിമയുടെ റീമേക്കാണ്. നമ്മൾ ഈ ഒരു സിനിമയെ കുറിച്ച് നമ്മൾ മുമ്പ് വേറെ ഏതൊരു എപ്പിസോഡ് എനിക്ക് മോഹൻലാലിന്റെ സെഗ്മെന്റ് പറഞ്ഞ എപ്പിസോഡ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് പലരും പറഞ്ഞിരുന്നു ആ ഒരു സിനിമ അത്യാവശ്യം ഹിറ്റായ ഒരു സിനിമയാണ്. ഞാൻ വിചാരിച്ചിരുന്നത് അത് അത്ര ഓടിയ സിനിമയല്ല, പക്ഷെ അതൊരു ഹിറ്റായ സിനിമയാണ്. നമ്മുടെ ഓഡിയൻസിന്റെ ഒരുപാട് പേര് പറഞ്ഞിരുന്നു. ശരിയാണ്, അതൊരു നഷ്ടം വന്നൊരു സിനിമയല്ല, മോശമില്ലാതെ പോയ സിനിമയാണ്. പക്ഷെ പ്രിയദർശൻ സിനിമകൾ നമ്മൾ അധികം റിപ്പീറ്റ് ആയിട്ട് കാണുകയോ അല്ലെങ്കിൽ മറ്റു സിനിമകൾ പോലെ നമ്മൾ അധികം ചർച്ച ചെയ്യുന്ന ഒരു സിനിമയല്ല. അതുകൊണ്ട് മാത്രം ആയിരിക്കാം എനിക്ക് ആ സിനിമയെ കുറിച്ച് അധികം എനിക്ക് ഒരു ഓർമ്മയില്ല. കുറെ മുമ്പ് കണ്ടിട്ടുള്ള ഒരു സിനിമയാണ്. അതിൽ മോഹൻലാലും ഒരു സപ്പോർട്ടിംഗ് റോൾ ഉണ്ട്. ശങ്കറും മേനകയും, മമ്മൂട്ടിയും ശങ്കറും മേനകയാണ് പ്രധാനമായിട്ടുള്ള റോൾസ് ചെയ്തിരിക്കുന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് തിങ്കളാഴ്ച നല്ല ദിവസം. പത്മരാജൻ എഴുതിയിട്ടുള്ള സിനിമയാണ്. അതിൽ മമ്മൂട്ടിയും, കബീർ പൊന്നമ്മ, കരമന ജനാർദ്ദൻ നായർ, ശ്രീവിദ്യ, അത് വലിയൊരു സ്റ്റാർ കാസ്റ്റ് ആണ്. നമുക്കറിയാം, ഒരു തറവാട് അവിടെ ഒരു വെക്കേഷന് വരുന്നതും താമസിക്കുന്നതും അങ്ങനെ പോകുന്ന ഒരു കഥയാണ്. ആ സിനിമയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഏറ്റവും മികച്ച മലയാള സിനിമയ്ക്കുള്ള നാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു സിനിമ തന്നെയായിരുന്നു പത്മരാജന്റെ സിനിമ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. പത്മരാജനും നല്ല ശക്തമായിട്ടുള്ള ക്യാരക്ടേഴ്സ് മമ്മൂട്ടിക്കും മോഹൻലാലും കൊടുത്തിട്ടുള്ളതാണ്. അതിൽ ഈ സിനിമയിലെ ക്യാരക്ടറും നല്ല ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു. ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ അതിൽ പശു പ്രസവിക്കുന്ന ഒരു സീനുണ്ട്. ആ ഒരു സീൻ എടുക്കാൻ വേണ്ടി ഒരുപാട് വെയിറ്റ് ചെയ്ത് കുറെ കഷ്ടപ്പെട്ടിട്ട് എടുത്തിട്ടില്ല. എനിക്കോട് വളരെ കുറച്ച് ദിവസം കൊണ്ടാണ് ആ സിനിമയ്ക്ക് തീർത്തിട്ടുള്ളത്. ഇവരുടെ എല്ലാവരും തിരക്കുള്ള ആർട്ടിസ്റ്റുകളായതുകൊണ്ട് എല്ലാവരുടെയൊക്കെ ഡേറ്റ് ഒത്തുവരാൻ വേണ്ടിയുള്ള ഒരു സമയം എല്ലാം കൂടി നോക്കിയിട്ടാണ് പത്മരാജൻ ആ ഒരു സിനിമ ചെയ്തിട്ടുള്ളത്. ഞാൻ അന്ന് പത്മരാജന്റെ ഒക്കെ അസിസ്റ്റന്റ് ആയിട്ട് പൂജപ്പുര രാധാകൃഷ്ണൻ, അദ്ദേഹത്തിന്റെ ഒരു ആത്മകഥയിൽ ഈ ഒരു സിനിമ ചെയ്യാനുള്ള എല്ലാ സിനിമകളെ കുറിച്ചുണ്ട്. ഈ ഒരു സിനിമയെ കുറിച്ച് കുറച്ച് പ്രത്യേകം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും ആ ഒരു പുസ്തകം കിട്ടുകയാണെങ്കിൽ ഒന്ന് വായിച്ചു നോക്കണം. പിന്നെ അടുത്ത സിനിമ ഈ തണലിൽ ഇത്തിരി നേരം, PJ വിശ്വംഭരൻ ഡയറക്ട് ചെയ്തിട്ടുള്ള സിനിമ. വലിയ സ്റ്റാർ കാസ്റ്റ് ആണ്. അതില് മമ്മൂട്ടിയും, റഹ്മാനും, ശോഭനയും, തിലകനും എല്ലാവരും ഉണ്ട്. ജോൺ പോളാണ് ആ സിനിമ എഴുതിയിരിക്കുന്നത്. അതും അത്യാവശ്യം നല്ല രീതിയിൽ ഓടിയിട്ടുള്ള ഒരു സിനിമയാണ്, ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. പിന്നെ മുഹൂർത്തം 11:30. ഈ സിനിമ ഭയങ്കര സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള സിനിമയാണ്. ജോഷി ഡയറക്ട് ചെയ്ത സിനിമ. നമ്മുടെ അന്നത്തെ സ്ഥിരം മമ്മൂട്ടി, സരിത, ഇതിനു മുമ്പ് സന്ദ്രമം എന്ന സിനിമയൊക്കെ അവരുടെ കോംബോ ഭയങ്കരമായിട്ട് ഹിറ്റ് ആയിട്ടുള്ള കോംബോയാണ്. അതിനുശേഷം ഇവർ കുറെ സിനിമകളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സിനിമ തന്നെയാണ്. ഇതിൽ രതീഷും നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടുത്തെ പോലെ ഇവിടെയും സേതുമാധവൻ ഡയറക്ട് ചെയ്തിട്ടുള്ള സിനിമ. ഭയങ്കര സീനിയർ ആയിട്ടുള്ള ഡയറക്ടറാണ്. അധികം പ്രൈം മിനിസ്റ്ററിനൊക്കെ വെച്ചാണ് അതിഗംഭീര സിനിമകൾ ചെയ്തിട്ടുള്ളത്. 80s ഒക്കെ ആയപ്പോൾ അപ്പോഴത്തെ യുവതാരങ്ങളായ മമ്മൂട്ടി, മോഹൻലാലിനൊക്കെ വെച്ച് ഒരുപാട് നല്ല സിനിമകൾ ചെയ്തു. ഇതിൽ മമ്മൂട്ടിയും മോഹൻലാലും, ശോഭന, കവിത താക്കൂർ പുറത്തുനിന്നുള്ളൊരു നടിയാണ്. ഈ ഒരു സിനിമ ഞാൻ കുറെ മുമ്പ് കണ്ടിട്ടുണ്ട്. അതിൽ ഇവർ രണ്ടുപേരും ഫ്രണ്ട്സ് ആണ്. അതിൽ മമ്മൂട്ടിയുടെ പെങ്ങളെ മോഹൻലാൽ കല്യാണം കഴിക്കുന്നു, മോഹൻലാലിന്റെ പെങ്ങളെ മമ്മൂട്ടി കല്യാണം കഴിക്കുന്നു. പിന്നെ ഉണ്ടാവുന്ന ചെറിയ ഇവരുടെ ഒരു ദാമ്പത്യ ജീവിതത്തിലുള്ള കുറെ കോൺഫ്ലിക്ട്സും ഒക്കെ ആയിട്ട് ഒരു ലൈറ്റ് സബ്ജക്റ്റ് ആണ്. അങ്ങനെ വലിയൊരു ഹെവി ആയിട്ടൊന്നും പോയിട്ടില്ല. കുറെ തെറ്റിദ്ധാരണയും അവസാനം ഇവരെല്ലാവരും ഒന്നിക്കുന്നത്. എന്റെ വീട്ടിൽ ആ ഒരു സിനിമയുടെ കാസറ്റ് പണ്ടുണ്ടായിരുന്നു. പണ്ട് കുറെ സിനിമ നമ്മൾ കാസറ്റ് മേടിക്കുമല്ലോ, പ്രത്യേകിച്ച് പുറത്തുനിന്നൊക്കെ ഓരോരുത്തർ കൊണ്ടുവരുന്നത്. അങ്ങനെ എന്റെ വീട്ടിൽ സ്ഥിരമായിട്ടുണ്ടായിരുന്ന ഒരു കാസറ്റ് ആയിരുന്നു അവിടുത്തെ പോലെ ഇവിടെയും. പിന്നെ രാജാവിന്റെ മകൻ, വഴിയോര കാഴ്ചകൾ, പൂച്ചക്കൊരു മൂക്കുത്തി, ഇതൊക്കെ കാസറ്റ് ഉണ്ടായതുകൊണ്ട് ചെറുപ്പത്തിൽ കുറെ കണ്ടിട്ടുള്ള സിനിമയാണിത്. അടുത്ത സിനിമ ഈറൻ സന്ധ്യ, JC എന്ന ഡയറക്ടറുടെ സിനിമയാണ്. ഇത് ഡെന്നിസ് ജോസഫ് ആദ്യമായിട്ട് എഴുതിയൊരു സിനിമയാണ്. ഡെന്നിസ് ജോസഫും ജോൺ പോളും കൂടിയാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഡെന്നിസ് ജോസഫാണ് ഇത് കുറച്ച് എഴുതിയത്. പിന്നെ എനിക്ക് തോന്നുന്നു ജോൺ പോളോ ഡെന്നിസ് ജോസഫിന്റെ ചരിത്രമിലൂടെയുള്ള അദ്ദേഹം പറയുന്നുണ്ട്. ഈ സിനിമ അദ്ദേഹത്തിന് കുറച്ച് ദുരനുഭവങ്ങളൊക്കെ ഉണ്ടായി. ഈ സിനിമ അന്ന് എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ടില്ല. റഹ്മാനും ശോഭനയൊക്കെ വലിയ സ്റ്റാർ കാസ്റ്റ് ഒക്കെ ഉണ്ട്. പക്ഷെ ഈ സിനിമ കഴിഞ്ഞ ശേഷം മമ്മൂട്ടി ജൂബിലി ജോയുടെ അടുത്ത് പറഞ്ഞു, JCയുടെയോ ജോൺ പോളിന്റേത് അന്ന് അല്ലാത്ത ഒരു കുറച്ച് സംഭവങ്ങൾ അതിൻ്റെ അകത്തുണ്ട്, അതാ പുതിയ റൈറ്ററുടെ ആയിരിക്കും, അയാൾ കഴിവുള്ളവനാണെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ജോൺ പോൾ ഡെന്നിസ് ജോസഫിന്റെ അടുത്ത് വന്ന് പറഞ്ഞ് വീണ്ടും ഡെന്നിസ് ജോസഫിനെ കൊണ്ട് സ്ക്രിപ്റ്റ് എഴുതിപ്പിക്കുന്നതും അങ്ങനെയാണ് നിറക്കൂട്ട് എഴുതിയതൊക്കെ സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും ഈറൻ സന്ധ്യ എന്ന സിനിമ വലിയ ഗുണം കിട്ടിയില്ലെങ്കിലും നിർമ്മാതാവിന് വലിയ ഗുണം കിട്ടിയിട്ടുണ്ട്. ഡെന്നിസ് ജോസഫിന്റെ കരിയറിൽ ഒരു ടേണിംഗ് പോയിന്റ് തന്നെയായി ആ ഒരു സിനിമ. അടുത്ത സിനിമ സാജൻ ഡയറക്ട് ചെയ്ത തമ്മിൽ. ഇതിലും മമ്മൂട്ടിയും, ശോഭനയും, റഹ്മാനും, തിലകനും വലിയ സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു അത് പണ്ട് TV കണ്ടിട്ടുണ്ട്. മമ്മൂട്ടിയെക്കാട്ടും കുറച്ചും കൂടി ആ ഒരു സിനിമയിൽ പ്രാധാന്യം റഹ്മാനാണ് തോന്നുന്നത്. റഹ്മാന്റെ ഒരു റൊമാൻറ്റിക് ട്രാക്ക് ഒക്കെയാണ് ആ സിനിമയിൽ കൂടുതലുള്ളത്. മമ്മൂട്ടി ഒരു ചേട്ടന്റെ റോളാണ് ആ സിനിമയിൽ ചെയ്തിരിക്കുന്നത്. ആ സിനിമയും കുഴപ്പമില്ലാതെ ഓടിയ ഒരു സിനിമകൾ തന്നെയാണ്. കൂടുതലും റഹ്മാന്റെ സിനിമകളിൽ അന്നത്തെ ഒരു സ്ഥിരം റഹ്മാനും ഒരു സൈക്കിളിൽ പോകുന്നതോ പ്രേമിക്കുന്നതോ കോളേജ് ഗോയിങ് സ്റ്റുഡന്റ് അങ്ങനെ കുറേ സിനിമകൾ റഹ്മാൻ ചെയ്തിട്ടുള്ളൂ. അത്തരത്തിൽ എൻ്റെ ഒരു ഓർമ്മയിലുള്ള ഞാൻ കണ്ടിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് തമ്മിൽ. അടുത്ത സിനിമ അനുബന്ധം, IV ശശി, MT കൂട്ടുകെട്ടിന്റെ. അതും അതിഗംഭീരമായിട്ട് സിനിമയാണ്. അതിൽ മമ്മൂട്ടിയും, മോഹൻലാൽ, സീമ, ശോഭന അങ്ങനെ വലിയ സ്റ്റാർ കാസ്റ്റ്. ഈ സിനിമയ്ക്ക് കുറെ അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. MTക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്, സീമയ്ക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതിലെ ചൈൽഡ് ആർട്ടിസ്റ്റ് വിമലിന് അവാർഡ് കിട്ടിയിട്ടുണ്ട്. എഡിറ്റർ K നാരായണന് അവാർഡ് കിട്ടിയിട്ടുണ്ട്.
MT-യുടെ IV ശശിയുടെ നല്ല സിനിമകൾ എടുത്തു പറയാവുന്ന ഒരു സിനിമ തന്നെയാണ് അനുബന്ധം. പിന്നെ മകൻ എന്റെ മകൻ എന്ന സിനിമ ശശികുമാർ ഡയറക്ട് ചെയ്ത സിനിമ, ജൂബിലി ജോയ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സിനിമയാണ്. അതിൽ മമ്മൂട്ടി, രാധിക, സുകുമാരി, ബഹദൂർ ഇവരെല്ലാവരും അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. പിന്നെ ഒടുവിൽ കിട്ടിയ വാർത്ത എന്ന ഒരു സിനിമയുണ്ട്. അത് യതീന്ദ്രദാസ് എന്ന ഡയറക്ടറാണ് സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത്. വിന്ധ്യനാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം പിന്നീട് അയാൾ കഥ എഴുതുകയാണ് പോലത്തെ ഒരുപാട് സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ മമ്മൂട്ടിയും, നെടുമുടി വേണു, ചിത്ര, ജലജ ഇത്രയും പേരാണ് അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ ഈ ശബ്ദം ഇന്നത്തെ ശബ്ദം, അത് PG വിശ്വംഭരൻ വീണ്ടും ഡയറക്ട് ചെയ്ത സിനിമ. എനിക്ക് തോന്നുന്നു മമ്മൂട്ടിയുടെ ആ സമയത്ത് IV ശശി, ജോഷി, അതിനോടൊപ്പം തന്നെ പറയേണ്ട ഒരു പേരാണ് PG വിശ്വംഭരൻ. അത്രയധികം സിനിമകളാണ് മമ്മൂട്ടിനെ വെച്ചിട്ട് ചെയ്തിട്ടുള്ളത്. എല്ലാ വർഷവും നമ്മൾ തന്നെ പല സിനിമകളും പറയുമ്പോൾ PG വിശ്വംഭരൻ സിനിമകൾ എന്തായാലും അതിൽ കുറെ സിനിമകൾ ഉണ്ടാവും. ഈ ഒരു സിനിമ KP കൊട്ടാരക്കര അന്നത്തെ മെയിൻ സ്ട്രീം പ്രൊഡ്യൂസറാണ്, അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സിനിമയാണ്. ഇതിൽ മമ്മൂട്ടി കൂടാതെ ശോഭന, രോഹിണി, ക്യാപ്റ്റൻ രാജു, വിജയരാഘവൻ, അങ്ങനെ വലിയ സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. ഒരു വലിയൊരു ഹിറ്റ് തന്നെയായിരുന്നു ആ ഒരു സിനിമ. ആ വർഷത്തെ ഒരു റിവെഞ്ച് സിനിമ എന്നുള്ള രീതിയിൽ ഇപ്പൊ തന്റെ കുടുംബം തകർത്ത ഭാര്യനെയും സഹോദരനെ ഒക്കെ കൊന്നിട്ടുള്ള, സഹോദരി കൊല്ലാതെ ഭാര്യനെ റേപ്പ് ചെയ്ത് കൊല്ലുകയും സഹോദരി മെന്റൽ ആവുകയും, അങ്ങനെ പണ്ട് ഇട്ടിട്ട് എന്തായാലും ഒരു റിവെഞ്ച് മൂഡിലുള്ള ഒരു ആക്ഷൻ മൂഡിലുള്ള ഒരു സിനിമ തന്നെയായിരുന്നു. അത് ഭയങ്കരമായിട്ട് മമ്മൂട്ടിക്ക് ഫാമിലി ഓഡിയൻസിന്റെ ഇടയിൽ സ്റ്റാർ വാല്യൂ കൂട്ടാൻ കാരണമായ ഒരു സിനിമ തന്നെയായിരുന്നു. അടുത്ത സിനിമ കഥ ഇതുവരെ, ജോഷി ഡയറക്ട് ചെയ്ത സിനിമ. വീണ്ടും മൾട്ടി സ്റ്റാർ മമ്മൂട്ടി, മധു, റഹ്മാൻ, സുഹാസിനി, രോഹിണി. അത് ഭയങ്കര സൂപ്പർ ഹിറ്റ് സിനിമയാണ്. ഈ മമ്മൂട്ടി സുഹാസിനി കൂട്ടുകെട്ടുകളുടെ ഒരു സമയമാണ് അതൊക്കെ. അതിൽപ്പെട്ട ഒരു സിനിമ തന്നെയായിരുന്നു ഈ ഒരു സിനിമ. എനിക്ക് തോന്നുന്നു ഇതിലാണ് മമ്മൂട്ടി ഒരു പൈലറ്റായിട്ടും സുഹാസിനി ഒരു എയർ ഹോസ്റ്റസ് ആയിട്ടും, ഇതിൽ ബേബി ശാലിനി ഉണ്ട്, അതില് മമ്മൂട്ടിയുടെ മകളാണ്, പക്ഷെ അത് മമ്മൂട്ടി അറിയുന്നില്ല. അങ്ങനെ പോകുന്ന ഒരു കഥയാണ്. ഇതിൽ അനിയന്റെ ഒരു ക്യാരക്ടർ, അതിലേക്ക് ഒരു സീനൊക്കെ ഓർമ്മയുണ്ട്. അനിയന്റെ ഒരു ക്യാരക്ടർ റഹ്മാൻ, അതില് മധു ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അവിടെ വെച്ചിട്ട് സുഹാസിനിയെ കാണുന്നു. സുഹാസിനിയുടെ ക്യാരക്ടർ നേഴ്സാണോ അതോ ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, എങ്കിലും അതിൽ ബേബി ശാലിനി റഹ്മാനെ പരിചയപ്പെട്ട് റഹ്മാന്റെ ബുള്ളറ്റിൽ ഇരുന്ന് പോകണം എന്ന് പറയുന്നത്, അങ്ങനെ റഹ്മാൻ ബേബി ശാലിനിയുടെ ബൈക്കിൽ കൊണ്ട് കറങ്ങുന്ന അങ്ങനത്തെ കുറച്ച് സീൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ പിന്നെയാണ് റഹ്മാന് മനസ്സിലാവുന്നത് അത് മമ്മൂട്ടിയുടെ മകളാണ്, ചേട്ടന്റെ പഴയ കാമുകിയിൽ ചേട്ടനുണ്ടായ മകളാണെന്ന് തോന്നുന്നത്. അങ്ങനത്തെ ഒരു കഥ തന്നെയായിരുന്നു അന്നത്തെ ഒരു ഫോർമുല എന്ന് പറയുമല്ലോ, ഹിറ്റ് ഫോർമുല. അത് തന്നെയായിരുന്നു ഈ ഒരു സിനിമ. അടുത്ത സിനിമ ഒരു സന്ദേശം കൂടി, കൊച്ചിൻ ഹനീഫ് ഡയറക്ട് ചെയ്ത സിനിമയാണ്. ഒരു മൾട്ടി സ്റ്റാർ സിനിമ. പ്രേം നസീർ, മമ്മൂട്ടി, രോഹിണി ഇവരെല്ലാവരും കൂടി അഭിനയിച്ച സിനിമയാണ്. ഇത് കുടുംബം ഒരു കടമ്പം എന്ന് പറഞ്ഞ ഒരു തമിഴ് സിനിമയുടെ റീമേക്ക് ആണ്. എനിക്കിതിന്റെ ബോക്സ് ഓഫീസ് സ്റ്റാറ്റസ് കൃത്യമായിട്ട് അറിയില്ല, എനിക്കിതിന്റെ കഥയും ഞാനിപ്പോൾ ഓർക്കുന്നില്ല. പിന്നെ മാന്യ മഹാജനങ്ങളെ എന്ന സിനിമയുണ്ട്. ഈ സിനിമ AT അബു ഡയറക്ട് ചെയ്തിട്ടുള്ള സിനിമ. വീണ്ടും പ്രേം നസീർ, മമ്മൂട്ടി, അടൂർ ബാസി എല്ലാവരും കൂടി അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. ഇതും ഞാൻ കണ്ടതായിട്ട് എനിക്ക് ഓർക്കുന്നില്ല, നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് പറയണം. പിന്നെ ഒന്നിങ്ങ് വന്നെങ്കിൽ, ജോഷി ഡയറക്ട് ചെയ്തിട്ടുള്ള സിനിമ. മമ്മൂട്ടി, നാദിയ മൊയ്തും, ജഗദീഷ് ശ്രീകുമാർ, ശങ്കർ, തിലകൻ, വീണ്ടും ഒരു മൾട്ടി സ്റ്റാർ സിനിമയുടെ കഥ. ശങ്കറും വന്ന താരമാണ്, മമ്മൂട്ടിയും താരമാണ്. അവർ രണ്ടുപേരും ഒന്നിച്ചിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. പിന്നെ ഒരു നോക്ക് കാണാൻ എന്നൊരു സിനിമയുണ്ട്, സാജൻ ഡയറക്ട് ചെയ്തിട്ടുള്ള സിനിമ. എനിക്ക് സാജന്റെ ഏറ്റവും കൂടുതൽ ഹിറ്റ് സിനിമകൾ നായകൻ മമ്മൂട്ടി തന്നെയാണ്. പിന്നെ ശങ്കറും നല്ല ഒരു ശങ്കറും സാജന്റെ സിനിമകളിലും കുറെ ഹിറ്റുകൾ ശങ്കറിന് കിട്ടിയിട്ടുണ്ട്. അത് മിക്ക സിനിമയിലും ശങ്കറും മമ്മൂട്ടിയൊക്കെ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഇതിലും ഈ പറഞ്ഞ ഒരു നോക്ക് കാണാവുന്ന സിനിമയിലും ഇവർ രണ്ടുപേരും ഉണ്ട്, ശങ്കറും ഉണ്ട്, മമ്മൂട്ടിയുണ്ട്, അംബിക, അതുപോലെ തന്നെ ബേബി ശാലിനി. അങ്ങനെ വലിയ ഒരു സ്റ്റാർ കാസ്റ്റ് തന്നെയാണ് ആ ഒരു സിനിമയിലുള്ളത്. പിന്നെ അങ്ങാടിക്കപ്പുറത്ത് എന്ന സിനിമ, IV ശശിയുടെ സിനിമ. മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. T ദാമോദരന്റെ സ്ക്രിപ്റ്റ്. പിന്നെ എന്റെ കാണാക്കുയിൽ ശശികുമാർ ഡയറക്ടർ സിനിമ. മമ്മൂട്ടി, റഹ്മാനും രേവതിയും അഭിനയിച്ചിട്ടുള്ള സിനിമയാണ്. ഈ ഒരു സിനിമ SL പുരം സദാനന്ദൻ എഴുതിയിട്ടുള്ള, പ്രേംപ്രകാശും വേറെ കുറെ പ്രൊഡ്യൂസേഴ്സ് ആണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഈ സിനിമയുടെ കഥ എനിക്ക് ഓർമ്മയുണ്ട്. ഇതിൽ റഹ്മാനും അതുപോലെ തന്നെ രേവതിയും കാമുകന്മാരാണ്. റഹ്മാൻ ഇതിലും റഹ്മാൻ സൈക്കിളിലൊക്കെ പോകുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അന്നത്തെ സൈക്കിൾ ട്രെൻഡർ, കോളേജിൽ പഠിക്കുന്ന റഹ്മാൻ സൈക്കിൾ പോകുന്നു. ഒരു ആക്സിഡന്റിൽ എന്തോ റഹ്മാൻ മരിക്കുന്നതാണ്. രേവതി പ്രഗ്നന്റ് ആണ്. അങ്ങനെ പോകുന്ന ഒരു കഥയാണ്. ഇതിൽ രേവതിനെ കല്യാണം കഴിക്കാനിരിക്കുന്ന റേവതിയുടെ ഒരു കസിനാണ് മമ്മൂട്ടി. ഇത്രയും എനിക്ക് ഓർമ്മയുണ്ട്. എന്തായാലും റഹ്മാൻ മരിക്കും, അത്രയും എനിക്ക് ഓർമ്മയുണ്ട്. കൂടുതൽ പ്രാധാന്യം റഹ്മാനായിരുന്നു അതൊക്കെ. പിന്നെ സെക്കൻഡ് ഹാഫ് ആക്കിയപ്പോൾ മമ്മൂട്ടിക്കാണ് ആ സിനിമ കൂടുതലുള്ളത്. അടുത്ത സിനിമ ജോഷിയുടെ സിനിമ. ജോഷി മമ്മൂട്ടി കൂട്ടിയിട്ടുള്ള ഇനിയും കഥ തുടരും. നമ്മൾ നേരത്തെ ഒരു സിനിമയെ കുറിച്ച് പറഞ്ഞ പോലെ ഇതും ഒരു റിവെഞ്ച് ഡ്രാമയാണ്. കുടുംബം തകർത്ത ആളുകൾ മമ്മൂട്ടി റിവെഞ്ച് എടുക്കുന്ന ഒരു സിനിമ തന്നെയാണ്. അന്നത്തെ ഒരു ഫോർമുല, ഒരു ഹിറ്റ് ഫോർമുല തന്നെ. കലു ഡെന്നീസും അതുപോലെ തന്നെ ജോൺ പോളും കൂടിയിട്ടാണ് ആ ഒരു സിനിമ ചെയ്തിരിക്കുന്നത്. ഇതിൽ മമ്മൂട്ടിയും ജയപ്രദയാണ് നായകനും നായികയായിട്ട് അഭിനയിക്കുന്നത്. പിന്നെ പുഴയൊരുക്കും വഴി എന്നൊരു സിനിമയുണ്ട്, M കൃഷ്ണനാരുടെ ആയിട്ടുള്ള സിനിമ. ഇതിൽ മമ്മൂട്ടി, എനിക്ക് ഓർമ്മയില്ല അത് മമ്മൂട്ടിയാണോ നായകൻ, ഞാനും ഈ സിനിമ കേട്ടിട്ടുള്ളൂ, കണ്ടിട്ടില്ല.
മമ്മൂട്ടിയും വേണുനാഗവള്ളി ജഗതി ശ്രീകുമാറുമാണ് ഇതിൽ പ്രധാന വേഷം അഭിനയിച്ചിരിക്കുന്നത്. ഈ പുഴയൊഴുകും വഴി എന്ന് പറയുന്ന ഒരു പേര് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് ഈ പുഴയും കടന്ന സിനിമ ഇറങ്ങിയപ്പോൾ അന്ന് ഈ വ്യാജ കാസറ്റ് ഇറങ്ങും. തിയേറ്റർ ഇറങ്ങി ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ ഒരു വ്യാജ കാസറ്റ് ഇറങ്ങും. അന്ന് ലൈബ്രറിയിലൊക്കെ തൃശ്ശൂർ ഒരു ലൈബ്രറിയിൽ ഈ പുഴയും കടന്നെന്ന സിനിമ പേരെഴുതി വെച്ചിരുന്നത് പുഴയൊഴുകും വഴി എന്നായിരുന്നു. പക്ഷെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഈ കാസ്റ്റ് നമുക്ക് എടുത്തരും. അത് പരിചയം ഉണ്ടെങ്കിൽ നമുക്ക് എടുത്തരും. എനിക്ക് പെട്ടെന്ന് ഈ പേര് കേട്ടപ്പോൾ നിങ്ങൾക്ക് പലർക്കും ഓർമ്മയുണ്ടോ, പല സിനിമകളുടെ ഹിറ്റ് സിനിമകളുടെ വേറെ പേരിലാണ് അവർ എഴുതി അവിടെ വെക്കുന്നത്. നമ്മൾ ചോദിച്ചാൽ നമുക്കത് പരിചയം ഉണ്ടെങ്കിൽ എടുത്തു തരും. പിന്നെ അടുത്ത സിനിമ ഇടനിലങ്ങൾ എന്ന സിനിമയാണ്. ഇടനിലങ്ങൾ വീണ്ടും ഐ.വി. ശശിയുടെ സിനിമയാണ്. കെ ബാലചന്ദ്രാണ് അത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. മമ്മൂട്ടിയും മോഹൻലാലും സീമയും മേനകയും ഒരു മൾട്ടി സ്റ്റാർ സിനിമ. പിന്നെ രണ്ട് പ്രധാനപ്പെട്ട സിനിമകൾ നിറക്കൂട്ടും യാത്രയും. ഈ രണ്ട് സിനിമകളും അതിനൊരു പ്രത്യേകത ഉണ്ട്. നമുക്കറിയാം, രണ്ട് സിനിമകളും മമ്മൂട്ടി ജയിൽ പുള്ളിയായിട്ടാണ്. രണ്ടും ഒരേ സമയത്ത് ഷൂട്ട് ചെയ്തിട്ടുള്ള സിനിമ. നിറക്കൂട്ട് ജോഷി ഡെന്നിസ് ജോസഫ്, അതിന്റെ ആ സിനിമ സംഭവിച്ച കഥയൊന്നും ഞാൻ പറയുന്നത് നിങ്ങൾ പലവരും ഡെന്നിസ് ജോസഫിന്റെ തന്നെ കഥകൾ അറിയുന്നവരായിരിക്കും. യാത്രയാണെങ്കിൽ ബാലു മഹേന്ദ്രയുടെ സിനിമ. ഈ രണ്ട് സിനിമകളും തീർത്ത് വെച്ച് ഏത് പെട്ടെന്ന് തിയേറ്ററിൽ ഇറക്കണം എന്നുള്ള ഒരു മത്സരം ഒന്നും ഉണ്ടായിരുന്നു. എനിക്ക് അന്ന് ആദ്യം തിയേറ്ററിൽ ഇറങ്ങിയത് നിറക്കൂട്ട് തന്നെയായിരുന്നു. അത് കേട്ടാണ് യാത്ര ഇറങ്ങിയത്. പക്ഷെ രണ്ട് സിനിമയും ഹിറ്റ് തന്നെയായിരുന്നു. രണ്ടും അതിൻ്റെതായ ടൈപ്പ് ഓഫ് സിനിമകളാണ്. ഈ യാത്രയാണ് പിന്നീട് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ധനുഷിനെ വെച്ചിട്ട്, ധനുഷും പ്രിയാമണിയും, ഞാൻ പെട്ടെന്ന് സിനിമയുടെ പേര് മറന്നുപോയി, ധനുഷും പ്രിയാമണി അഭിനയിച്ചൊരു തമിഴ് സിനിമ ബാലു മഹേന്ദ്രയുടെ ഡയറക്ട് ചെയ്തിട്ടുള്ളത്. അടുത്ത സിനിമ ഈ ലോകം ഇവിടെ കുറെ മനുഷ്യർ, പി.ജു. വിശ്വംഭരൻ സംവിധാനം ചെയ്ത സിനിമ. ജോൺ പോള് ആന്റണി ഈസ്റ്റ്മാൻ എഴുതിയിട്ടുള്ള സിനിമയാണ്. ഇതിലും മമ്മൂട്ടിയും റഹ്മാനും നെടുമുടി വേണു, ജയഭാരതി, അങ്ങനെ വലിയൊരു സ്റ്റാർ കാസ്റ്റ് ആണ്. ബോളിവുഡ് താരം അംജദ് ഖാനും ഇതിലൊരു പ്രധാന വേഷം. എനിക്കൊന്നും അദ്ദേഹം വേറെ ഏതെങ്കിലും സിനിമ ചെയ്തിട്ടുണ്ടോ എന്നുള്ള എനിക്ക് ഇപ്പോഴത്തെ ഓർമ്മയില്ല. എന്നാൽ ഈ സിനിമയാണ് അംജദ് ഖാൻ മലയാളത്തിൽ ആദ്യമായിട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമ. പിന്നെ കാണാതായ പെൺകുട്ടി, ഇത് കെ.എൻ. ശശിധരൻ. അദ്ദേഹം അങ്ങനെ ഒരു കമേഴ്ഷ്യൽ സിനിമകൾ ചെയ്യുന്ന ഒരു സംവിധായകനല്ല. അദ്ദേഹത്തിന്റെ ഒരു മിസ്റ്ററി, ഒരു പെൺകുട്ടി കാണാതെ പോകുന്നത്, അങ്ങനത്തെ കഥയാണ്. അതിൽ മമ്മൂട്ടി അല്ല പ്രധാനം. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ അതിൽ ഭരത് ഗോപിയാണ് മെയിൻ. പിന്നെ ജയഭാരതി ഉണ്ട്. അതിൽ മമ്മൂട്ടി നല്ലൊരു വേഷം തന്നെ അതിൽ ചെയ്തിട്ടുണ്ട്. അതിൽ വി.കെ. ശ്രീരാമൻ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന ഒരു പോലീസ് ഓഫീസറുടെ ഒരു ക്യാരക്ടറൊക്കെയാണ് കുറേ മുമ്പ് കണ്ടിട്ടുള്ളതാണ്. ഇതല്ല അതങ്ങനെ ഒരു ബോക്സ് ഓഫീസ് ഇതല്ല, പക്ഷെ ഒരു ക്രിട്ടിക്കലി പേരെടുത്ത ഒരു സിനിമ. പിന്നെ വിളിച്ചു വിളി കേട്ടു, ശ്രീകുമാരൻ തമ്പി ഡയറക്ട് ചെയ്ത സിനിമ. മമ്മൂട്ടിയും ബാലയ്ക്കൻ നായർ, ശുഭ, ഇത്രയും പേരാണ് ആ ഒരു സിനിമയിൽ അഭിനയിക്കുന്നത്. ശ്രീകുമാരൻ തമ്പിയാണ് നിർമ്മിച്ചിട്ടുള്ളതും ശ്രീകുമാരൻ തമ്പി തന്നെയാണ് ആ ഒരു സിനിമ എഴുതിയിട്ടുള്ളതും. പിന്നെ കരിമ്പിൻ പൂവിനക്കരെ, ഐ.വി. ശശിയുടെ അതിഗംഭീര സിനിമ. ഐ.വി. ശശിയുടെ ഡയറക്ഷൻ, പത്മരാജന്റെ സ്ക്രിപ്റ്റ്. അത് പത്മരാജനെയും നമുക്ക് ഒരുപോലെ തന്നെ പറയേണ്ടി വരും ഈ ഒരു സിനിമ. മമ്മൂട്ടി, നമുക്ക് അതിന്റെ കഥകളെ കുറിച്ച് അറിയാം. മോഹൻലാലിന്റെ ഒരു എപ്പിസോഡ് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ അതിൽ ഈ സിനിമയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ മോഹൻലാൽ ഒരു വില്ലൻ ക്യാരക്ടർ ആണെന്ന് ഞാൻ പറഞ്ഞു. പലരും പറഞ്ഞു അല്ല, മോഹൻലാലാണ് അതിൽ നായകൻ. ഞാൻ പറഞ്ഞതിൽ നായകൻ വില്ലൻ എന്ന രീതിയിലല്ല, പല കഥാപാത്രങ്ങളാണ് ആ സിനിമയിൽ. മോഹൻലാൽ ഒരു നെഗറ്റീവ് ഇതിലോട്ട് പോകുന്നതും പിന്നീട് തെറ്റ് മനസ്സിലാക്കുന്നതും തിരുത്താൻ ശ്രമിക്കുന്നതൊക്കെയാണ്. ഇതിലും നായകൻ മമ്മൂട്ടിയാണ് അതിലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. അതുകൊണ്ട് നായകൻ എന്ന് മമ്മൂട്ടി പറയാം, നമുക്ക് വേണമെങ്കിൽ പറയാം. എന്തായാലും നല്ലൊരു സിനിമ തന്നെയായിരുന്നു കരിമ്പിൻ പൂവിനക്കരെ. മമ്മൂട്ടി അതിഗംഭീരമാണ്. മമ്മൂട്ടി മോഹൻലാലൊക്കെ മത്സരിച്ച് അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമ തന്നെയായിരുന്നു. അടുത്ത സിനിമ പുലി വരുന്നേ പുലി, ഹരികുമാർ ഡയറക്ട് ചെയ്തിട്ടുള്ള സിനിമയാണത്. അത് എഴുതിയിട്ടുള്ളതും ഹരികുമാറാണ്. പി.കെ.ആർ. പിള്ള, ചിത്രം പോലത്തെ ഹിറ്റ് സിനിമകൾ ചെയ്തിട്ടുള്ള പി.കെ.ആർ. പിള്ളയാണ് അത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഈ പുലി വരുന്ന പുലി എനിക്ക് ഓർമ്മയില്ല, ഞാൻ ആ സിനിമ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഒരുപാട് പേര് കേട്ടിട്ടുണ്ട്. എന്തായാലും അത് അത്ര വലിയൊരു ഹിറ്റ് ആയിരുന്നു എന്നുള്ളത് അറിയില്ല. നിങ്ങളൊന്നും ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ബോക്സ് ഓഫീസ് സ്റ്റാറ്റസ് അറിയണമെങ്കിൽ അതിനെക്കുറിച്ച് പറയണം. എന്തായാലും ഹരികുമാർ മമ്മൂട്ടിക്ക് പിന്നീട് സുഹൃതം പോലത്തെ അതിഗംഭീര സിനിമയൊക്കെ കൊടുത്തിട്ടുള്ള ആളാണ്. പിന്നെ ആ നേരം അല്പം ദൂരം, അടുത്തൊരു സിനിമ. ഇത് വീണ്ടും ഒരു പ്രതികാര കഥ. തമ്പി ഗണദാനമാണ് ആ സിനിമ ഡയറക്ട് ചെയ്തിട്ടുള്ളത്. ഇത് കമലാണ് ആ ഒരു സിനിമയുടെ ഡയലോഗ്സ് തമ്പി ഗണദാനത്തിന്റെ കൂടെ എഴുതിയിരിക്കുന്നത്. തമ്പി ഗണദാനം എനിക്ക് തോന്നുന്നു ഈ സിനിമയൊക്കെ അന്ന് പരാജയപ്പെട്ടു പോയി. ഇതുകൊണ്ടാണ് രാജാവിന്റെ മകൻ മമ്മൂട്ടി റിജക്ട് ചെയ്തതും തമ്പി ഗണദാനം അതിലോട്ട് മോഹൻലാലിനെ അഭിനയിക്കുന്നത്. പിന്നീട് ഒരിക്കലും തമ്പി ഗണദാനം മമ്മൂട്ടി വെച്ചൊരു സിനിമ ഡയറക്ട് ചെയ്തിട്ടില്ല, പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. തച്ചിലെടുത്ത ചുണ്ടൻ തമ്പി ഗണദാനമാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ സിനിമയൊക്കെ അന്ന് പരാജയം തന്നെയായിരുന്നു. ഒരു റിവെഞ്ച് ഡ്രാമയായിരുന്നു, പക്ഷേ ഈ സിനിമ അന്നൊരു ഫ്ലോപ്പ് ആയിട്ടുള്ള സിനിമയായിരുന്നു. അടുത്തത് ഉപഹാരം എന്ന സിനിമയാണ്. വീണ്ടും സാജൻ ഡയറക്ട് ചെയ്തിട്ടുള്ള സിനിമയാണ്. മമ്മൂട്ടിയും ശോഭന, ശ്രീവിദ്യ, റഹ്മാൻ, അങ്ങനെ വലിയ സ്റ്റാർ കാസ്റ്റ് ആണ്. ഇതിൽ കലൂർ ഡെന്നിസ് ആണ് ഇതിന്റെ സ്ക്രീൻ പ്ലേ ചെയ്തിട്ടുള്ളത്. ഈ സിനിമ എനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല, അതിന്റെ കഥ പേര് ഓർമ്മയുണ്ട്, പക്ഷെ എനിക്ക് അതിന്റെ കഥയും മറ്റു കാര്യങ്ങളും ഓർമ്മയില്ല. എത്രത്തോളം വിജയമായിരുന്നു എന്നുള്ളതും എനിക്ക് ഓർമ്മയില്ല. പിന്നെ കാതോട് കാതോരം, അത് ആ ഒരു സിനിമ ഇന്നത്തെ ജനറേഷൻ അറിയാം. കാതോട് കാതോരം, ആ സിനിമ ദേവദൂതൻ പാടി എന്നുള്ള ഒരു പാട്ടൊക്കെ. ഭരതന്റെ അതിഗംഭീരമായിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. ജോൺ പോളിന്റെ അതിഗംഭീരമായിട്ടുള്ള സ്ക്രിപ്റ്റ്. എനിക്കൊന്ന് ജോൺ പോളിന്റെ ഒരു മികച്ചൊരു 10 സ്ക്രിപ്റ്റ് എടുത്താൽ എന്റെ ഫേവറേറ്റ്, അല്ലെങ്കിൽ ഞാൻ പറയും അതിലൊന്ന് കാതോട് കാതോരം തന്നെയായിരുന്നു. അതിൽ ജനാർദ്ദനനും ഒരുപാടുണ്ട്, ഒരുപാട് പേര് ആ സിനിമയിൽ
സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. ഇന്നസെന്റും ജനാർദ്ദനുമാണ് അതിലൊരു ഒരു നെഗറ്റീവ് ടച്ചിലുള്ള ഒരു ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ളത്. ആ ജനാർദ്ദനാണ് പിന്നീട് അസാധ്യമായിട്ടുള്ള ഹ്യൂമർ സിനിമകൾ അല്ലെങ്കിൽ ഹ്യൂമർ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്തിട്ടുള്ളത്. എന്തായാലും അന്ന് കമലൊക്കെ അതിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. നമ്മളത് രേഖാചിത്രത്തിലാണ്, കാതോട് കാതോരം എന്നുള്ള സിനിമ രേഖാചിത്രത്തിലാണ് കൂടുതൽ ആളുകൾക്ക് കണക്ട് ആവുന്നത്, ഇന്നത്തെ തലമുറയ്ക്ക് കൂടുതൽ ആ സിനിമ പറഞ്ഞാൽ അറിയുന്നത്. പിന്നെ കണ്ടു കണ്ടറിഞ്ഞു എന്ന സിനിമ. കണ്ടു കണ്ടറിഞ്ഞു വീണ്ടും ഈ പറയുന്ന സാജൻ ഡയറക്ട് ചെയ്തിട്ട സിനിമയാണ്. അതില് മമ്മൂട്ടിയും മോഹൻലാലും റഹ്മാനും നാദിയ മൊയ്തു, മേനക, വലിയ സ്റ്റാർ കാസ്റ്റാണ്. സൂപ്പർ ഹിറ്റ് സിനിമയാണ്. ഇതിലാണ് മേലേമാനത്തെ നീ അറിഞ്ഞോ മേലേമാനത്തെ എന്നുള്ള പാട്ടൊക്കെ ഉള്ളത്. അതിലും മമ്മൂട്ടിയുടെ പെങ്ങളെ മോഹൻലാൽ കല്യാണം കഴിക്കുന്നത്, പിന്നെ മോഹൻലാൽ മമ്മൂട്ടിയുടെ അച്ഛനെ കൊന്നിട്ട് ജയിലിൽ പോകുന്നു എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ അവസാനം എന്താണെന്ന് മനസ്സിലാവുന്നു. ഇവർ രണ്ടുപേരും കൂടിയുള്ള ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. ഈ അടുത്തും സാജൻ ഡയറക്ടറുടെ ഇന്റർവ്യൂലൊക്കെ ഞാൻ കണ്ടത് ഇവർ രണ്ടുപേരും കൂടിയുള്ള ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഇവര് ഡ്യൂപ്പൊന്നും ഇല്ലാതെ രണ്ടുപേരും മത്സരിച്ച് അഭിനയിച്ചതിനെ കുറിച്ചൊക്കെ ആ ഡയറക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നാലും നല്ല ഒരു ഹിറ്റ് സിനിമ എന്ന് മാത്രമല്ല, അന്നൊരു ആഘോഷ സിനിമയാണ്. ഫാമിലി ഓഡിയൻസ് ഒക്കെ തിയേറ്ററിൽ ഒരുപാട് കണ്ട് ആഘോഷിച്ചിട്ടുള്ള, എല്ലാവർക്കും ഭയങ്കര പ്രിയപ്പെട്ട ഒരു സിനിമ തന്നെയായിരുന്നു കണ്ടു കണ്ടറിഞ്ഞു. അടുത്തത് JC ഡയറക്ടറുടെ സിനിമ അകലത്തെ അമ്പിളി. മമ്മൂട്ടിയും രോഹിണിയും ഒക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. SN സ്വാമിയാണ് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളത്. SN സ്വാമി ഇന്ന് അല്ലെങ്കിൽ ഒരു 80s അവസാനമൊക്കെ നമ്മുടെ 20ാം നൂറ്റാണ്ടൊക്കെ മുതലൊക്കെ ഒരു ആക്ഷൻ മോഡുള്ള സിനിമകളൊക്കെ എഴുതിയ SN സ്വാമി ഒരുപാട് ഫാമിലി സ്റ്റോറീസ് എഴുതിയിട്ടുള്ള ആളാണ്. പക്ഷേ ഈ സിനിമയൊന്നും അന്ന് അങ്ങനെ വലിയ വിജയമല്ല. അങ്ങനെ JC എന്ന സംവിധായകന്റെ ഒരു സിനിമയും അങ്ങനെ വലിയ സൂപ്പർ ഹിറ്റിലേക്ക് എത്തിയിട്ടില്ല. കാരണം അദ്ദേഹത്തെ കുറിച്ച് കലു ഡെന്നിസ് എഴുതിയിട്ടുള്ള ഞാൻ വായിച്ചിട്ടുണ്ട്. ഒരുപാട് സൂപ്പർ താരങ്ങൾ എല്ലാവരും വെച്ച് സിനിമകൾ ചെയ്തിട്ട് പോലും ഒരു വലിയൊരു ബ്ലോക്ക് ബസ്റ്ററോ അല്ലെങ്കിൽ ഭയങ്കര ഇൻഡസ്ട്രി കുലുക്കുന്ന ഒരു വിജയം മറ്റ് സംവിധായകരുടെ ഒന്നും പോലെ ചെയ്യാം അങ്ങനെ ഒരു ഹിറ്റ് ഉണ്ടാക്കാൻ പറ്റാതെ പോയ ഒരു സംവിധായകനായിരുന്നു JC. അദ്ദേഹം കുറെ നല്ല സിനിമകൾ ചെയ്തിട്ടുണ്ട്, ഒന്നും ഒരു മോശം സിനിമയല്ല. മമ്മൂട്ടി വെച്ചിട്ടൊക്കെ പിന്നീട് സരോവരം ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് താരങ്ങൾ വെച്ചിട്ട് ഞാൻ സിനിമ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഈ സിനിമയും എനിക്ക് അങ്ങനെ പേര് ഓർമ്മയുണ്ട്, ഞാനും അങ്ങനെ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ഇത്രയും സിനിമകളാണ്, 34 സിനിമകൾ. ഞാൻ ഇതിൽ ഏതെങ്കിലും സിനിമകൾ മിസ്സായി പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിൽ നേരത്തെ പറഞ്ഞ ഏകദേശം ഒരു 50% 60% സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്, കാണാത്ത സിനിമകളും ഉണ്ട്. എൻ്റെ ഫേവറേറ്റ് സിനിമകൾ ഇതിൽ നിറക്കൂട്ടും, കരിമ്പിൻ പൂവിനക്കരയും ഒക്കെ തന്നെയാണ്. നിങ്ങളുടെ ഫേവറേറ്റ് സിനിമകൾ നിങ്ങൾ അന്ന് തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ആ ഓർമ്മകളൊക്കെ, നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് ഷെയർ ചെയ്യാം.